അല്ലടാ എനിക്ക് ലീവ് തീർന്നിട്ടേ പോകാനായിട്ടില്ലേ? ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്നാ പറയാം. കാരണം വെച്ചാൽ അവിടെ യുദ്ധം നടക്കലായിരുന്നു. ഓ, നിങ്ങൾക്കെല്ലാം മാസം മാസം ശമ്പളവും റിട്ടയർഡായ പെൻഷനും കിട്ടും. അതുപോലെ നമ്മൾ പ്രവാസികൾ. എടാ നിനക്കല്ലേ ഇനിയും നേരം വെളുത്തില്ലേ? പ്രവാസികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ നൽകുന്നത്? നിനക്കൊന്നും അതിനെക്കുറിച്ച് അറിയാനിട്ടോ? അതെന്തെന്ന്? എടാ നമുക്ക് പെൻഷൻ കിട്ടുന്ന കാര്യം നീ പറഞ്ഞില്ലേ? എടാ നിനക്കും കിട്ടുന്ന പെൻഷൻ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ചെറുക്കലെ പ്രവാസി സേവാ കേന്ദ്രത്തിൽ പോകാം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് അന്വേഷിക്കാം. നീ വാ പോലെ. എടാ പ്രവാസി സേവാ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നോർക്ക രജിസ്ട്രേഷൻ, പ്രവാസി പെൻഷൻ, പ്രവാസി ക്ഷേമനിധി തുടങ്ങി പ്രവാസികൾക്ക് വേണ്ടിയുള്ള എല്ലാ ലീഗൽ കാര്യങ്ങളും അവർ ചെയ്തു തരും. അപ്പോൾ എമിഗ്രേഷനും ഫ്ലൈറ്റ് ടിക്കറ്റല്ലോ അതൊക്കെ അവരെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. നീ വാ. പ്രവാസി പെൻഷനെ കുറിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പം നിലവിൽ പ്രവാസികളായവർക്കും മിനിമം ഒരു 2 വർഷമെങ്കിലും വിദേശത്തോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്ത ഏതൊരാൾക്കും 60 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യാം. അതുപോലെ ക്ഷേമനിധി പോലെ തന്നെ പ്രവാസികൾക്ക് നോർക്ക കാർഡ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്രൈസിസ് വിദേശത്ത് സംഭവിച്ചാൽ ഇന്ത്യൻ എംബസി വഴി അവരെ നാട്ടിലെത്തിക്കാൻ ഈ നോർക്ക കാർഡ് സഹായിക്കും. അപ്പോൾ പ്രവാസികൾക്ക് നാട്ടിൽ ബിസിനസ് ചെയ്യാനുള്ള ലോണും കാര്യങ്ങളൊക്കെ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയാൽ നാട്ടിൽ എന്ത് ബിസിനസ് ചെയ്യാനുള്ള സഹായവും സേവനവും ഒക്കെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ഈ നോർക്ക കാർഡിലൂടെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് വഴി 13 മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ നോർക്ക കെയർ പ്ലസ് പോലുള്ള ഫാമിലി ഇൻഷുറൻസ് സേവനങ്ങളും നോർക്ക കാർഡ് വഴി തന്നെയാണ് ലഭ്യമാക്കുന്നത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട നിയമപരമായ ഏത് സേവനത്തിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പ്രവാസി സേവാ കേന്ദ്രം ചിറക്കൽ.